നമസ്കാരം. ഒടുക്കം ജി സുധാകരൻ ആ നിർണായകമായ പ്രഖ്യാപനം നടത്തി. കുറച്ച് നാളായി, ഒരുപക്ഷെ ഒന്നിലധികം വർഷമായി സുധാകരൻ CPIM-ൽ നിന്ന് അകന്നകന്ന് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതു മുതൽ, മാനദണ്ഡത്തിൻ്റെയൊക്കെ പേരിൽ സീറ്റ് നിഷേധിച്ചതു മുതൽ സുധാകരൻ അതൃപ്തിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാൽനൂറ്റാണ്ടോളം വരുന്ന പാർലമെൻ്ററി രാഷ്ട്രീയ രംഗത്ത് തന്നെ തുടരാനാണ് അദ്ദേഹം, ജനപ്രതിനിധിയായി തുടരാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. അതിനുശേഷം അദ്ദേഹം ഓരോ കാരണങ്ങളിൽ അതൃപ്തനായിരുന്നു. ഒടുവിൽ പ്രാദേശികമായി ഉണ്ടായ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പാർട്ടിയോട് തന്നെ അതൃപ്തി പരസ്യമാക്കി. MV ഗോവിന്ദൻ മാഷിൻ്റെ അച്ചിരി അദ്ദേഹം ചിരിച്ചു പരിഹസിച്ചു എന്നുള്ള കാരണം പരസ്യമാക്കി. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഒടുവിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ UDF-ൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ പോവുകയാണ്. ആ പ്രഖ്യാപനമാണ് വന്നത്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോയുമായി എത്തുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷെ കേരളത്തെ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കേരളത്തെ സംബന്ധിച്ച് ചില്ലറ കാര്യമല്ല. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയെയും സംബന്ധിച്ച് അനുകൂലമായോ പ്രതികൂലമായോ ബാധിക്കുന്ന കാര്യമാണ്. നമുക്ക് LDF-ഉം BJP-യും കോൺഗ്രസും അടങ്ങുന്ന UDF-ഉം അടങ്ങുന്ന 3 മുന്നണികളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് BJP എങ്ങനെ ബാധിക്കും? അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. എല്ലാവരെയും ബാധിക്കും. അതിൻ്റെ കാരണമുണ്ട്. അത് അനുകൂലമായും പ്രതികൂലമായുമാണ്. നമുക്കതിലേക്ക് കടക്കാം. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരുന്നു. നേരത്തെ അദ്ദേഹം വരുന്നു എന്ന് പ്രതീക്ഷിച്ച് കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തി, KC കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തിയെന്നും സതീശനടക്കം സംസാരിച്ചു എന്നും ഒടുവിൽ ഡൽഹി ചർച്ചയിൽ അമ്പലപ്പുഴ സീറ്റ് മാറ്റിവെച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചർച്ചകളിലേക്ക് കടന്നു എന്നുമുള്ള വാർത്തകളൊക്കെ വന്നിരുന്നതാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രത്യേകമായി എനിക്ക് തോന്നിയത്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഭുവനേശ്വരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പുതിയ ആഖ്യാനമാണ്. അതായത് ജി സുധാകരൻ്റെ രാഷ്ട്രീയ ഭൂതകാലം, അദ്ദേഹത്തിൻ്റെ ഇന്ന് അദ്ദേഹം നിലനിൽക്കുന്ന ലീഡർഷിപ്പിൻ്റെ ആ കരുത്തിലേക്ക് എത്തിയതിൻ്റെ 75% അദ്ദേഹത്തിൻ്റെ സഹോദരനെ KSUവിൻ്റെ നേതൃത്വത്തിൽ KSU DSU വിദ്യാർത്ഥി സംഘടന, പിന്നീട് കോൺഗ്രസ്സായി മാറിയ NDP-യുടെ വിദ്യാർത്ഥി സംഘടനയും KSU, പിന്നീട് കോൺഗ്രസ്സായി മാറിയ KSU അടക്കമുള്ള രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ തുടർച്ചയായിരുന്നു എന്നുള്ള ഈടുവെപ്പാണ്. രാഷ്ട്രീയ രക്തസാക്ഷിയായി കമ്മ്യൂണിസ്റ്റ് സഖാക്കളിലടക്കം സുധാകരനോടുള്ള വൈകാരിക ബന്ധത്തിൻ്റെ അടിസ്ഥാന കാരണം, മറ്റൊരു നേതാവിനോടും ഇല്ലാത്ത വിധത്തിലൊരു വൈകാരിക ബന്ധത്തിൻ്റെ അടിസ്ഥാന കാരണം ആ കൊലപാതകമാണ്. ഭുവനേശ്വരൻ്റെ കൊലപാതകത്തെ തുടർന്ന് നിരന്തരമായി അദ്ദേഹം എല്ലാ കൊല്ലവും അതിനെക്കുറിച്ച് സംസാരിക്കും, വീഡിയോ ചെയ്യും, പാർട്ടി ചാനലിൽ, YouTube ചാനലിൽ വീഡിയോ ചെയ്യും. അങ്ങനെ പല രീതിയിൽ അതിൻ്റെ ഒരു സാധ്യത അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. എന്നിട്ട് ഇപ്പോൾ UDF-ലേക്ക് പോകുമ്പം അദ്ദേഹത്തിൻ്റെ സഹോദരനെ കൊന്നു എന്ന് പറയുന്ന അതേ ആളുകൾ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് അവരുടെ പിന്തുണയോടെ ഒരു മത്സരത്തിന് ഇറങ്ങിത്തിരിക്കുമ്പം അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പാട് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സുധാകരൻ്റെ വാർത്താ സമ്മേളനത്തിൽ അതിസമർത്ഥമായൊരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യനെ പോലെ അദ്ദേഹം അത് സമീകരിച്ച് പറഞ്ഞത്, അതത് സമയത്തെ രാഷ്ട്രീയ നിലപാടുകളാണ്, അതങ്ങനെ മാറുന്ന കാര്യമാണ് എന്ന് പറയുന്നതിന് വേണ്ടി അന്ന് കുറേ ഗുണ്ടകളും NSS-ൻ്റെ ചില വിദ്യാർത്ഥികളും പ്രമാണിമാരുടെ മക്കളും ഒക്കെയാണ് ഇന്ന് കോൺഗ്രസ്സിലൊന്നും ആരില്ല, രാഷ്ട്രീയത്തിലൊന്നും ആരില്ല എന്ന് പറഞ്ഞ് വളരെ ലളിതവൽക്കരിച്ച് ഒറ്റ പകൽ കൊണ്ട് അദ്ദേഹം അതിനെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. അതാണ് അതിൽ ശ്രദ്ധേയമായൊരു കാര്യം. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൊടുക്കം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. വളരെ ഫ്ലെക്സിബിളായ ഒരു ആളായി അദ്ദേഹം മാറിയിട്ടുണ്ട്. ഈ സാഹചര്യം CPM-നെ സംബന്ധിച്ച് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. CPM-നെ സംബന്ധിച്ച് ജി സുധാകരൻ ആലപ്പുഴയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ഒരുപക്ഷെ ഗൗരിയമ്മയും VS-ഉം ഒക്കെ കഴിഞ്ഞ് പുതിയ തലമുറയിലേക്ക് കടക്കുമ്പോൾ ഒരു അനുഭവ സമ്പത്തുള്ളൊരു തലമുറയുടെ അവസാനത്തെ കണ്ണി എന്ന് പറയാവുന്നൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ച പാർലമെൻ്ററി പ്രവർത്തന രംഗത്ത് അദ്ദേഹം നന്നായി ശോഭിച്ചു, മന്ത്രിയായും പ്രവർത്തിച്ചു എന്നുള്ള ഒരു കാലയളവ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ, അല്ലെങ്കിൽ കരിയർ എന്ന് പറയാൻ പറ്റുമല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാക്കി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം അദ്ദേഹം CPM-ൽ അവശേഷിച്ചൊരു തലമുറയുടെ മറ്റൊരു ശൈലിയുടെ അവസാനത്തൊരു കണ്ണി കൂടിയാണ്. അതായത് ഒരു നമ്മൾ ഫ്യൂഡൽ മാടമ്പി ശൈലി എന്നൊക്കെ വിളിക്കുന്ന പാർട്ടിക്കകത്തെ ഒരു അധികാരഭാവത്തോട് പെരുമാറുന്ന ഒരു തലമുറയുടെ അവസാനത്തെ കണ്ണി കൂടിയാണ്. പലയിടത്തും അത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ കുടിയേരിയുടെ അഭാവം വേദനിപ്പിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കുടിയേരിയുടെ വ്യക്തിത്വം അംഗീകരിക്കാൻ തയ്യാറില്ല. കുടിയേരിയൊക്കെ ഞാൻ ഉണ്ടാകുന്ന സമയത്ത് മൂപ്പരൊക്കെ ചെറിയൊരു ഘടകത്തിൽ ഉണ്ടായിരുന്ന ആളാണ് എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സമീപനം തന്നെ. ഇത് എല്ലായിടത്തും പ്രകടമാണ്. നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട്, ഒരു പ്രളയകാലത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ 72 രൂപ 78 രൂപയോ എന്തോ പിരിച്ചു
എന്ന് പറഞ്ഞ് ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കേരളം മുഴുവൻ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നേതൃത്വത്തിൽ കുറ്റവാളിയാക്കി ചിത്രീകരിച്ച കാര്യം. അവിടേക്ക് പച്ചക്കറി ഉണ്ടെന്ന് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം 72 രൂപ പിരിച്ചതാണ്. അത് വിഷ്വൽ ഒളിക്യാമറയിലെടുത്ത് പ്രചരിപ്പിച്ച് ചാനലിൽ വാർത്ത വന്നു. അതിൻ്റെ പിന്നാലെ ആ മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്താൻ ജി സുധാകരൻ പരസ്യമായി ചാനലുകാരെ കൂട്ടി പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി ആളുകളെ മുമ്പിൽ വെച്ച് ആ മനുഷ്യനെ അവമാനിക്കുന്ന വിഷ്വൽ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുണ്ട്. അത്തരം ഒരു ശൈലിയുടെ ആളാണ് അദ്ദേഹം. അതായത് വളർന്നു വരുമ്പോൾ തന്നെ മുഖ്യധാര മാധ്യമ ശൈലിയോട് വളരെ ഫ്ലെക്സിബിളായി പെരുമാറുകയും പഴയ രീതിയിലുള്ള ആ ഒരു അധികാര മനോഭാവം പാർട്ടിയിൽ ചിലപ്പോൾ മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള രീതി ഉണ്ടെന്ന്. ഇപ്പോഴും പലയിടത്തും അങ്ങനെയുള്ള ആളുകളുണ്ട്, CPM ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ആളാണ് അദ്ദേഹം. ഓരോ ഘട്ടത്തിലും അദ്ദേഹം ഇപ്പം പിണറായിക്ക് മുന്നേ VS അച്യുതാനന്ദൻ ശക്തനായിരുന്ന കാലത്ത് VSൻ്റെ കടുത്ത പോരാളിയായിരുന്നു, ചാവേറായി നിന്ന ആളാണ്. പിന്നീട് അധികാര കേന്ദ്രം പിണറായിലേക്ക് മാറുന്നു എന്ന് കണ്ടപ്പോൾ പിണറായിയുടെ കടുത്ത പോരാളിയായി. VSനെ തെറി വിളിച്ച് നടന്ന ദൃശ്യങ്ങളൊക്കെ ബൈറ്റുകളൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് കിട്ടും. VSനെ വ്യക്തിയല്ല പ്രസ്ഥാനമാണ് വലുതെന്ന് പറഞ്ഞ് VSനെ പേടിപ്പിക്കുന്ന ക്ലാസ് എടുക്കുന്ന ആളെ നമുക്ക് കാണാം. അദ്ദേഹം വളരെ മനോഹരമായിട്ട് അത് സംസാരിക്കുകയും ചെയ്യും. നിയമസഭയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കേൾക്കാൻ നമ്മൾ കാത്തിരിക്കും. ഞാൻ ആ സമയത്തുള്ള നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാലത്ത് സുധാകരൻ്റെ പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കും. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, സാഹിത്യത്തിലുള്ള അറിവ്, ഇതൊക്കെ അദ്ദേഹം അപ്ലൈ ചെയ്തിട്ടാണ് പ്രസംഗിക്കുക. ഇത് പല രീതിയിൽ അദ്ദേഹം ഉപയോഗിക്കും. ഇതിൻ്റെ രാഷ്ട്രീയമായ സാധ്യതകൾ ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു മന്ത്രി ലെവലിലേക്ക് 2016 മന്ത്രിസഭയിൽ അദ്ദേഹം വരുന്നത്. പൊതുമരാമത്ത് മന്ത്രി എന്നുള്ള നിലയിൽ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം ശോഭിച്ചു. അതിലും ആ സമയത്തും നിരന്തരമായി തോമസ് ഐസക്കുമായിട്ട് ഫൈറ്റ്, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ തൻ്റെ എതിരാളി എന്ന അദ്ദേഹം തോമസ് ഐസക്കിനെയാണ് കരുതിയിരുന്നത്. തോമസ് ഐസക്കിൻ്റെ ജുബ്ബ അദ്ദേഹം ഡെയിലി ഓരോ നിറത്തിലുള്ള ജുബ്ബ ഞാൻ ഇട്ട് വരില്ല എന്നൊക്കെ ഐസക്കിൻ്റെ പ്രസംഗങ്ങളൊക്കെ വിഖ്യാതം. ഐസക്കിനെതിരായ പ്രസംഗങ്ങളൊക്കെ രസകരമായിട്ട് നിയമസഭയിൽ അന്നേരം നമ്മൾ കേൾക്കാറുണ്ട്, പരോക്ഷമായി അദ്ദേഹത്തിനെതിരെ പറയുന്നത്. മാത്രമല്ല കിഫ്ബിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിൽ തോമസ് ഐസക്കിന് വലിയ റോളുണ്ട്. യഥാർത്ഥത്തിൽ ഈ CPIMൻ്റെ തുടർഭരണത്തിനും ഒക്കെ കാരണം ആ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാവുന്ന രീതിയിൽ കിഫ്ബിയുടെ വരവാണ്. മറ്റ് പല മേഖല, ഇപ്പോൾ ആരോഗ്യത്തിലെ മെച്ചം, പൊതുമരാമത്തിൽ സുധാകരൻ്റെ മെച്ചം, ഓരോ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖല, ഇവിടെയൊക്കെ ഉണ്ടായ ഉയർച്ചയുടെ അടിസ്ഥാന കാരണം പണമാണ്. ആ പണത്തിനുള്ള ആസൂത്രിതമായ ഒരു കാര്യം, ഒരു ശാസ്ത്രീയമായൊരു സംഗതി ഉണ്ടാക്കി ഈ പരിമിതിയെ മറികടക്കാൻ കിഫ്ബിയാണ്, ധനമന്ത്രിയാണ്. അപ്പോൾ അത് ഭയങ്കര ഈഗോ ആയിരുന്നു അക്കാലത്ത് തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട്. ഇപ്പോഴും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തോമസ് ഐസക്കിനെ കുറിച്ച് ഐസക്കിനുള്ള അളവ് എനിക്കില്ലല്ലോ, ഐസക്കിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നിലവിൽ ഐസക്കിന് ഇളവ് കൊടുത്തായിട്ട് നമുക്ക് തോന്നുന്നില്ല. വാർത്തകളിൽ ശ്രദ്ധേയമായിട്ട് നമ്മുടെ മുമ്പിലില്ല. കഴിഞ്ഞ തവണ സീറ്റും നിഷേധിച്ചു. തോമസ് ഐസക്കിനും സുധാകരനും ഒന്നും സീറ്റ് കൊടുത്തിരുന്നില്ല. പക്ഷേ ഐസക്കിന് കൊടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. ജി സുധാകരൻ. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അരികെ വരെ ലാസ്റ്റ് സ്ഥാനാർത്ഥി നിർണയ സംസ്ഥാന കമ്മിറ്റി വരെ അദ്ദേഹം വെയിറ്റ് ചെയ്തത്. അതിനുശേഷമാണ് ജി സുധാകരൻ മാറുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അവസാനം വരെ ആയി എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് CPMനെ സംബന്ധിച്ച് ഈ അവസാന നിമിഷത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പോകുന്ന ഘട്ടത്തിൽ അവരെ വലിയൊരു ആഘാതത്തിലേക്കാണ് അവരെ കൊണ്ടുഇടുന്നത്. ഒരുപക്ഷെ ആലപ്പുഴയ്ക്ക് പുറത്ത് അത്ര വലിയ സ്വാധീനമൊന്നും സുധാകരൻ ഉണ്ടായിരിക്കില്ല. പക്ഷേ അമ്പലപ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് CPMന് വലിയൊരു ആഘാതമാണ്. അതിൻ്റെ കാരണം അത് തോൽക്കുമോ ഇല്ലയോ ഉള്ള പ്രഖ്യാപനമല്ല, അതിനപ്പുറത്ത് അവിടുത്തെ മണ്ഡലത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളൊരു ശൈലിയുണ്ട്. അതായത് എതിരാളി എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സമീപനത്തിൽ വ്യത്യസ്തമാണ്. ഇപ്പോൾ BJP വോട്ട് അദ്ദേഹത്തിന് കിട്ടും, കോൺഗ്രസ് വോട്ട് കിട്ടും, അങ്ങനെ പൊതു സ്വീകാര്യത ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് നല്ല വോട്ടിംഗ് പേഴ്സൻറ്റേജും അദ്ദേഹത്തിന് നല്ല നിലയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ലാസ്റ്റ് മത്സരിച്ച 2021 അദ്ദേഹം മാറ്റി നിർത്തി സലാമാണ് മത്സരിച്ചത്. ആ സമയത്ത് ടോട്ടൽ വോട്ടിൻ്റെ എണ്ണത്തിൽ സുധാകരന് കുറവുണ്ടായെങ്കിലും ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ സലാമിന് 11,125 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അന്ന് സലാമിനെതിരെ അദ്ദേഹം SDP-കാരനാണെന്നൊക്കെ പറഞ്ഞ പ്രചരണങ്ങളൊക്കെ നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് സലാമിനെ തോൽപ്പിക്കാൻ സുധാകരൻ സീറ്റ് നിഷേധിച്ചതിൻ്റെ തുടർച്ചയായി സലാമിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പാർട്ടി അന്വേഷണം നടത്തുകയും അതിൽ വസ്തുതയുണ്ട് എന്ന് കണ്ടെത്തുകയും സലാം തോൽക്കാത്തത് കൊണ്ടും സുധാകരൻ്റെ സീനിയോറിറ്റി പരിഗണിച്ചും അദ്ദേഹത്തിനെതിരെ നേരിട്ടുള്ള കഠിനമായ അച്ചടക്ക നടപടി സ്വീകരിക്കാതെ പാർട്ടി മാറ്റിവെച്ചത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതിനു മുമ്പ് 2016 സുധാകരൻ്റെ അവസാനത്തെ മത്സരം. അതിൽ സുധാകരന് 22,621 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് 2011 16,580 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അവിടെ 2 തവണയും 2021 2011 ലിജു തന്നെയാണ് സ്ഥാനാർത്ഥി. അതേസമയം
2016 ഭൂരിപക്ഷം കൂടിയ സമയത്ത് JDU ആണ് മത്സരിച്ചെന്നൊരു വ്യത്യാസം സുധാകരനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. കോൺഗ്രസ് അല്ല മത്സരിച്ചത് UDFൻ്റെ എതിരാളിയായിട്ട്. അതുകൊണ്ടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ സുധാകരന് അനുകൂലമായ ഒരു പൾസ് എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് CPM-നെ ആകുലപ്പെടുത്തുന്നുണ്ട്. ആലപ്പുഴയിൽ പൊതുവെ ഗൗരിയമ്മയായാലും മറ്റേത് തരത്തിലുള്ള നേതാക്കൾ വിട്ടുപോയാലും അത് പാർട്ടിക്ക് ആദ്യഘട്ടത്തിലുണ്ടാക്കുന്ന പരിക്ക് എന്നതിനപ്പുറത്തേക്ക് അത് കടക്കാറില്ല. അത്ര ആഴത്തിലുള്ളൊരു ഡാമേജ് ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് സുധാകരൻ അത്ര പോലും വരില്ല എന്നുള്ളൊരു ആശ്വാസം വേണമെങ്കിൽ അവർക്ക് കൊള്ളാമെങ്കിലും വളരെ സ്മൂത്തായി പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ പക്ഷേ സുധാകരൻ്റെ ഈ വിട്ടുപോക്ക് പാർട്ടിയെ സംബന്ധിച്ച് ഒരു വിവാദ ചർച്ചയ്ക്കിടയാക്കും എന്നുള്ളത് വലിയ പ്രതിരോധം ഉണ്ടാക്കുന്നതാണ്. ആ ഒരു പോറൽ അവർ സഹിക്കേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഇനി രണ്ടാമത്തേത് UDFനെ സംബന്ധിച്ചാണ്. UDFന് ഇത് വലിയൊരു ലോട്ടറിയാണ്. UDF നേരത്തെ പ്രതീക്ഷിച്ചതാണ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ സീറ്റ് ഒഴിച്ചിട്ടുണ്ട് ഒക്കെ ആണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ അവരുടെ നറേറ്റീവ്സ്, കനകോലു നറേറ്റീവ്സ് മാറി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക്, വികസന ചർച്ചകളിലേക്ക് വീണ്ടും സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ വിജയിച്ച് ഈ 2-3 ആഴ്ചയായി അത്തരം ചർച്ചകളിലേക്ക് തെരഞ്ഞെടുപ്പ് സാഹചര്യം മാറി താരതമ്യത്തിലേക്ക് കടന്നു. 10 വർഷം മുമ്പുള്ള കേരളം ഇപ്പോഴത്തെ കേരളം എന്ന താരതമ്യത്തിലേക്ക് അത് വലിയൊരു മുറിവ് UDFൻ്റെ അതുവരെയുള്ള പ്രചരണ രീതിക്ക് ഏൽപ്പിക്കുന്നതായിരുന്നു. ഈ സാഹചര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പെട്ടെന്ന് സുധാകരൻ്റെ ഈ ഒരു ലോട്ടറി അവർക്ക് ലഭിക്കുന്നത്. സുധാകരൻ വരുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും പരസ്യമായ പ്രഖ്യാപനത്തോടെ ആ ഒരു ആശ്വാസം അവർക്കുണ്ട് എന്നുള്ള. പക്ഷേ അവരെ സംബന്ധിച്ചൊരു പ്രതിസന്ധിയുണ്ട്. സുധാകരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ പിന്തുണക്കുമല്ലോ UDF. അപ്പോൾ ആ ഘട്ടത്തിൽ സുധാകരൻ്റെ മേന്മകളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പെരുമ്പളം പാലം മുതൽ നാഷണൽ ഹൈവേ, ഇങ്ങനെ പടഹാരം പാലം എന്നെല്ലാം പറഞ്ഞിട്ട് ആലപ്പുഴയിലെ വികസനം പറയുന്നു, കേരളത്തിലെ പൊതുമരാമത്ത് മേഖലയിൽ ഉണ്ടായിരുന്ന വികസനം ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ആരുണ്ടാക്കിയതാണ് എന്നുള്ളൊരു ചോദ്യം വരും. ഇപ്പോൾ ഐഷ പോറ്റിയൊക്കെ മത്സരിക്കുമ്പോൾ അത് വളരെ വ്യക്തിപരമായി കേന്ദ്രീകരിക്കുമെങ്കിലും സുധാകരൻ അതിന് നേതൃത്വം കൊടുത്തൊരു മന്ത്രിയാണ് എന്നുള്ളതുകൊണ്ട് അത് സർക്കാരിന് അനുകൂലമായ ഒരു ചർച്ചയാക്കി മാറ്റാൻ LDFന് ഉള്ളൊരു കാര്യം കൂടി അവിടെയുണ്ട്. എന്താ വെച്ചാൽ ഈ വികസനമൊക്കെ നടത്തിയതാരാണ്, ആ സർക്കാർ ഏതാണെന്നുള്ള ചർച്ചയിലേക്കാണല്ലോ. അതിൽ ഉണ്ടായിരുന്ന ഒരാൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അതാണ് സുധാകരനെ സംബന്ധിച്ച് ഉള്ള UDFനെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളി. അല്ലാതെ സുധാകരനെ പോലെ ഒരു മികച്ച വ്യക്തിത്വത്തെ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സാധ്യതയാണ്, ചർച്ചകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ പ്രധാനം ആണ്. അത് അവർക്ക് മികവുറ്റ ഒരു നേട്ടമാണ്. ആകെയുള്ള ഒരു വിഷമം ലിജുവിനെ പോലൊരു ഗംഭീര സ്ഥാനാർത്ഥി UDF, അദ്ദേഹം ജയിച്ചിട്ടില്ല 2 തവണയായിട്ട്, എങ്കിൽ പോലും ലിജുവിനെ പോലുള്ള ഒരാൾക്കുള്ള മത്സരിക്കാനുള്ള ഒരു അവസരം അവിടെ പോകും എന്നുള്ളതാണ്. അത് സുധാകരനെ പോലുള്ള ഒരാളെ വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു ആശ്വാസം. ഇനി മൂന്നാമത്തേത് BJPയുടെ കാര്യമാണ്. BJPക്ക് അവിടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലായി അത്യാവശ്യം വോട്ട് സമാഹരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവർ 22,000 വോട്ട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് ചെറിയ ഏറ്റക്കുറച്ചിൽ സമാഹരിച്ചിട്ടുണ്ട്. BJP കുറച്ച് നാളുകളായി സുധാകരനോട് കമ്മ്യൂണിക്കേഷനിലുണ്ട് എന്നാണ് വാർത്തകളിൽ നമുക്ക് മനസ്സിലായി. ഇന്ന് സുരേഷ് ഗോപിയും അത് തന്നെയാണ് പരസ്യമായിട്ട് പറഞ്ഞത്, സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ്, ഇങ്ങോട്ട് വരുമെന്ന് അറിയില്ല എന്ന മട്ടിലാണ് സുരേഷ് ഗോപിയും പ്രതികരിക്കുന്നത്. പക്ഷേ BJPയുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമാണ്. ആ രീതിയിൽ BJP അണികൾ സുധാകരനിലേക്ക് വോട്ട് കൂടി പോകും. 22,000 10,000 വോട്ട് അങ്ങനെ പോയാൽ തന്നെ തെരഞ്ഞെടുപ്പിന് അത് ക്രൂഷ്യലായ ഒരു ഘട്ടം സമ്മാനിക്കും എന്നുറപ്പാണ്. അങ്ങനെ പല രീതിയിലുള്ള വോട്ട് സമാഹരണം നടത്താം എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് പ്രധാനം. ഒപ്പം CPM-ന് ഇതെല്ലാം മുൻകൂട്ടി കണ്ട് കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ കഴിയുമോ? സലാമായിരിക്കും, സലാമാണ് അവിടെ സ്ഥാനാർത്ഥി. അദ്ദേഹം ജനകീയനായ ഒരു MLA ആണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും സുധാകരനോട് ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകാനിടയുള്ള പ്രതിസന്ധി അവരെ സംബന്ധിച്ച് പ്രധാനമാണ്. അതുകൂടി മുൻകൂട്ടി കണ്ട് അതിജാഗ്രതയോടെ അവർ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. CPM-നെ പോലൊരു പാർട്ടി ഇത്രയും ഉന്നതമായ നിലയിലിരിക്കുന്ന ആളുകൾ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ വരുമ്പോഴും പാർലമെൻ്ററി രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുമ്പോഴും കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ ഇങ്ങനെ പിടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. അധികാരമോഹത്തിൻ്റെ തുടർച്ചയായ അധികാരത്തിലേക്ക് ഇരിക്കുമ്പോൾ UDFലും BJPയിലും ഒക്കെ കോൺഗ്രസ്സൊക്കെ സാധാരണയാണ്. ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മരിക്കുന്നവരവിടെ അല്ലെങ്കിൽ തോൽക്കുന്നതുവരെ അവിടെ ഇരിക്കുക എന്നുള്ളത് ഒരു ശീലമാണ്. പക്ഷേ LDFൽ അങ്ങനെയല്ല, CPM-ൽ പ്രത്യേകിച്ചും അങ്ങനെയുള്ളൊരു ശൈലി ഉണ്ടായിരുന്നില്ല. അത് അവർ അനുസരിച്ച് മാറി നിൽക്കും. പക്ഷേ സുധാകരനെ പോലെ ഒരാൾ അപ്രതീക്ഷിതമായി, സുധാകരൻ തന്നെയാണ് കൂടുതൽ പ്രസംഗിക്കുക നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ ക്ലാസ് എടുത്തിട്ടുള്ള പ്രസംഗങ്ങളും VS-ന് വരെ ക്ലാസ് എടുത്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല. അങ്ങനെയുള്ള ആൾ പോലും ഒരു കുറച്ച് കാലം, ഇപ്പോൾ 5 കൊല്ലം മാത്രമാണ് അദ്ദേഹം മാറി നിൽക്കുന്നത്. ആ കാലത്ത് അദ്ദേഹം പെട്ട പാട് നമുക്കറിയാം. പിന്നെ അതിൻ്റെ തുടർച്ചയായി പാർട്ടിയുടെ പരിഗണനയിലും വ്യത്യാസം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനനുസരിച്ചിട്ടുള്ള വസ്തുതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് താനും. അതിൻ്റെയൊക്കെ തുടർച്ചയായി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൃത്യമായി ഈ സാധ്യത ഉപയോഗിക്കാനും അങ്ങോട്ട്
അങ്ങോട്ടേക്ക് ശ്രദ്ധ പോകാനും അവിടെ എത്തണം, നിയമസഭയിൽ എത്തണം, MLA ആകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാനും ഇത്ര നാൾ കൂടെ കൊണ്ടു നടന്ന പാർട്ടിയെ ഉപേക്ഷിച്ച് അതിലേക്ക് പോകാനുമുള്ള, എതിർ പാർട്ടിയിലേക്ക് പോകാനുമുള്ള ഒരു ത്വര വരുന്നത് കമ്മ്യൂണിസ്റ്റ് മൂല്യത്തിൽ അത് അപ്ലൈ ചെയ്യുന്നതിൽ, അത് നടപ്പാക്കുന്നതിൽ ഒക്കെ ഉണ്ടാകുന്ന വീഴ്ചയുടെ തുടർച്ചയാണ് എന്നാണ്, അപജയം എന്നാണ് ആർ നാസർ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത്. അത് അവരുടെ സ്വയം പരിശോധനയ്ക്കുള്ള ഒരു സ്വയം വിമർശനത്തിനുള്ള ഒരു അവസരമായിട്ട് തന്നെ CPM എടുക്കേണ്ടത് ആണ് എന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ സുധാകരനെ പോലെ ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പം ആളുകൾ ആ നിലയിലല്ല എടുക്കുക. ഇനിയും ഉയർന്ന നിലയിൽ ഇരിക്കുന്ന ആളുകൾ മാറി നിൽക്കുമ്പം ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാവുക? സുധാകരൻ അതുകൊണ്ട് തന്നെ CPM സംബന്ധിച്ചൊരു സുപ്രധാനമായ പാഠമാണ്. അവർ ഇരിക്കുന്ന അധികാര സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത പാർട്ടിയിൽ ഉണ്ടായ അപജയത്തിൻ്റെയൊക്കെ, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെ അപജയത്തിൻ്റെയൊക്കെ തുടർച്ചയാണ് എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയില്ലെങ്കിൽ ഭാവിയിൽ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. 2 ടേം 3 ടേം എന്നെല്ലാം പറഞ്ഞ് കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാക്കാനിടയുള്ള തുടർച്ചയുണ്ട്. അതുകൊണ്ട് സുധാകരൻ ഇപ്പോൾ പറയുന്നത് നമുക്കറിയാം, പിണറായി വരെ പിണറായി മുഖ്യമന്ത്രിയാണെങ്കിലും പിന്നെ ഇനി ശൈലജ ടീച്ചറായിട്ടും ആയിപ്പോകുമെന്ന് വെച്ചിട്ടാണോ എന്നറിയില്ല. പിണറായി മുഖ്യമന്ത്രിയാവുന്ന എനിക്ക് സന്തോഷമാണ്, മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്നാണ് സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. ഇങ്ങനെ പല നിലയിൽ എതിരാളികൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ ആഹ്ലാദമുണ്ടാക്കുന്ന മാധ്യമ ചർച്ചകൾക്ക് ഒന്നിലധികം ദിവസങ്ങൾക്ക് ഇട നൽകുന്ന ഒരു സാഹചര്യം സുധാകരൻ സൃഷ്ടിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. CPM സംബന്ധിച്ച് ഈ പ്രതിസന്ധിയെ മറികടക്കുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ സംബന്ധിച്ച് അത് ആവശ്യവുമാണ് എന്നുള്ളത് അവരുടെ തുടർ നടപടികളെ ഉറ്റുനോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. എന്തൊക്കെ സംഭവിക്കും എന്ന് സുധാകരൻ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ജനകീയ ജനാധിപത്യ വിപ്ലവം ഉണ്ടാക്കുന്നതിന് സാക്ഷിയാകാൻ നമുക്ക് ഭാഗ്യമുണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.